ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള എനർജി ബോൾസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം ഈ വക സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം കേട്ടോ. കൂരവ്, പൊട്ടുകടല, പിന്നെ കപ്പലണ്ടി, ഈ കറുത്ത തോടുള്ള ഉഴുന്നുണ്ടല്ലോ അത്, നമ്മുടെ കുഞ്ഞ് പരിപ്പുണ്ടല്ലോ, നമ്മുടെ ദാൽ കറിക്കൊക്കെ വെക്കുന്ന പരിപ്പ്, അവിൽ, അതുപോലെ തന്നെ ഈ വൈറ്റ് സെസമി സീഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ വെള്ള എള്ള്, അതും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി എല്ലാം കൂടി നമുക്കത് പൊടിക്കാനുള്ളതാണ് കേട്ടോ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയുള്ള ഡേറ്റ്സിന് കുതിർക്കാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചാൽ മതി. എന്നിട്ട് ഇതിനേക്കത് ഇതുപോലെ നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇനി വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാലും മതി. അതിനുശേഷം നമ്മൾ നേരത്തെ പൗഡറാക്കി വെച്ചിട്ടില്ലേ, ആ പൊടി എല്ലാം കൂടി ഇതിൽ അകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മധുരത്തിന് വേണ്ടതായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് ഒരല്പം നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ചെറിയ ചൂടോടെ തന്നെ നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. നല്ല ഈസിയാണ് കേട്ടോ, അതുമല്ല നല്ല ഹെൽത്തിയാണ്. കാരണം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഞാനിത് പൊടിച്ച സമയത്ത് കുറച്ച് അതിൻ്റെ പൗഡർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിൽ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഈ പൗഡർ നമുക്ക് ബൂസ്റ്റിനും ഹോർലിക്സിനൊക്കെ പകരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലിലിട്ട് കാച്ചി കൊടുക്കാൻ പറ്റും.